സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും ദേവികയും സിദ്ധാർത്ഥനും എല്ലാവരും സത്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അരുന്ധതിക്ക് നല്ല 8ൻ്റെ പണി കൊടുക്കുകയും ചെയ്യുന്ന എപ്പിസോഡാണ് വരാൻ പോകുന്നത്. എന്തായാലും ദേവികയുടെ അടുത്ത് ശാരിക പറയുന്നുണ്ട് ഋഷി മരിച്ചിട്ടില്ല, നന്ദേട്ടൻ ഋഷിയെ കൊന്നിട്ടില്ല എന്ന്. ആ സമയത്ത് ദേവികയും രാധികയും മാധവനും ഒരുപോലെ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. നീ എന്തൊക്കെയാണ് ശാരി ഈ പറയണത്? മനുഷ്യന് വിശ്വസിക്കാൻ പറ്റിയ എന്തെങ്കിലും കാര്യം പറ, ഋഷി മരിച്ചിട്ടില്ലാന്നോ? ഋഷിയെ നന്ദു കൊന്നില്ലേന്ന് ചോദിക്കുമ്പം ഇല്ല ചേച്ചി, അതൊക്കെ നന്ദേട്ടൻ്റെ വെറും തെറ്റിദ്ധാരണ എന്ന് പറയാൻ പറ്റില്ല. ആ ഇസബല്ലയും കെവിനും ചേർന്ന് നന്ദേട്ടനെ അങ്ങനെ ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതെന്തിനാ അവരങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പം അതിന് പിന്നിൽ കുറേ കാരണങ്ങളുണ്ട് ചേച്ചി. ഋഷി ഇപ്പോൾ എവിടെയാന്ന് ചോദിക്കുമ്പം ശാരിക പറയുന്നുണ്ട് ഋഷി ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല, ഋഷിയെ ആരോ തട്ടിക്കൊണ്ട് പോയി എന്നാണ് പറയണേ. പിന്നെ ഇസബല്ലയുടെയും കെവിൻ്റെയും സംശയം അരുന്ധതി മേഡം തന്നെ ഋഷിയെ എവിടെയെങ്കിലും മാറ്റി നിർത്തിയേക്കുവാണോ എന്നുണ്ടെന്ന് പറയുമ്പോൾ ഈ ദേവിക പറയുന്നുണ്ട് അപ്പോൾ അരുന്ധതി മേഡത്തിന് അറിയോ ഋഷി ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള കാര്യം എന്ന് ചോദിക്കുമ്പോൾ അരുന്ധതി മേഡത്തിനും അറിയാം. അവരെല്ലാവരും ചേർന്ന് ഒരിക്കൽ കെണി ചെയ്ത് പിന്നീട് എന്തിനാ അരുന്ധതി മേഡം വീട്ടിൽ വന്ന് അത്രയ്ക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, ഋഷിയെ ഞങ്ങൾ അപായപ്പെടുത്തിയെന്നൊക്കെ പറഞ്ഞാലോ പ്രശ്നം ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പം അതൊക്കെ അവരുടെ വെറും നാടകമായിരുന്നു ചേച്ചി, നിങ്ങൾ കൂടുതൽ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെയൊക്കെ ചെയ്തത്. ഇത്രയും ദിവസം ഋഷി അരുന്ധതി മേഡത്തിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് കഴിഞ്ഞ ദിവസം ഋഷിനെ ആരോ തട്ടിക്കൊണ്ടുപോയി. അന്നേരം ദേവിക പറയുന്നുണ്ട് നീ എന്തൊക്കെയാണ് ശാരി പറയണത്, ഒന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ലല്ലോ എന്ന് പറയുമ്പം ചേച്ചി ഞാൻ പറയണത് കേൾക്ക്, ഈ അരുന്ധതി മേഡം ഋഷിയെ ദുബായിക്ക് പറഞ്ഞുവിടാൻ തീരുമാനിച്ചായിരുന്നു നന്ദേട്ടനെ ഈ കേസിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ. ഇനി ആരെങ്കിലും ഋഷിയെ കണ്ടെത്തിയെങ്കിലും ഒന്ന് പേടിച്ചിട്ട് അങ്ങനെ എയർപോർട്ടിൽ ചെന്ന സമയത്ത് ഋഷിയെ അവിടെ നിന്ന് ആരോ കടത്തിക്കൊണ്ടുപോയി. ഇപ്പോൾ ഋഷി എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അരുന്ധതി മേഡത്തിനാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും പുറത്ത് പറയാനും പറ്റില്ല. മകനെ കാണാതെ ആകെ ടെൻഷനില്ല. ഈ ഋഷിനെയും നന്ദേട്ടനെയും ഒരാൾ തന്നെയാണോ കടത്തിക്കൊണ്ട് പോയേക്കണേന്ന് എനിക്ക് സംശയമുണ്ട്. അന്നേരം ദേവിക പറയുന്നുണ്ട് ഇതൊക്കെ നേരാണോ ശാരി, എനിക്കിത് കേട്ടിട്ട് വിശ്വസിക്കാനേ പറ്റണില്ലല്ലോ. എന്തായാലും ആ ഇസബല്ലയും കെവിനും എന്തിനായിരിക്കും ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പം അത് വേറൊന്നിനും അല്ല, അന്ന് ആ പ്ലാന്റിന് അനുമതി മേടിച്ചെടുത്തില്ലേ, അത് ഈ കാര്യം പറഞ്ഞ് നന്ദേട്ടനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് തന്നെയാണ്. അന്നേരം ദേവിക പറയുന്നുണ്ട് അത് നേരായിരിക്കും. എന്തായാലും അമ്മയും നന്ദുവും അന്ന് എന്നെ ഒരുപാട് നിർബന്ധിച്ചു, ആ പ്ലാന്റിന് അനുമതി കൊടുത്തില്ലെങ്കിൽ നന്ദു ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞു എന്ന് പറയുമ്പം ശാരിക പറയുന്നുണ്ട് ഇപ്പോൾ ചേച്ചിക്ക് മനസ്സിലായില്ലേ, അന്ന് ആ പ്ലാന്റിന് അനുമതി കിട്ടിയതോടുകൂടി അവർക്ക് അതിൽ നിന്ന് കോഡുകൾ കിട്ടിയിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നന്ദേട്ടനെ ഇങ്ങനെ ഒരു കെണിയിൽ കുടുക്കിയത്. എന്നിട്ട് അവർ ആ സത്യം ഒരിക്കലും നന്ദേട്ടനോട് പറഞ്ഞില്ല. അവർ നന്ദേട്ടനെ ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും നന്ദേട്ടനെ കണ്ടെത്തി കഴിഞ്ഞാൽ കാര്യങ്ങൾക്കൊക്കെ തീരുമാനമാകുമെന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട് അതിനിപ്പോൾ നന്ദു എവിടെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ, നന്ദുവിനെക്കുറിച്ച് ഇതുവരെയും ഒരു വിവരവും കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പം ശാരിക പറയുന്നുണ്ട് ഇനി നമുക്ക് അവസരമുണ്ട് ചേച്ചി, അരുന്ധതി മേഡവും ഇസബല്ലയും കെവിനും നമ്മളുടെ അടുത്ത് എങ്ങനെയാണോ കളിച്ചത് അതേ നാണയത്തിൽ തന്നെ നമ്മളവർക്ക് തിരിച്ചടി കൊടുക്കണം ചേച്ചി, ഇനി അതിന് ഒട്ടും അമാന്തിക്കരുതെന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട് എന്തായാലും ഹരിയങ്ങളും ഞാനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്, ഞാൻ എത്രയും പെട്ടെന്ന് ചന്ദ്രോത്തി എന്ന് അച്ഛനോടും അമ്മയോടും ഹരിയങ്കളിനോടൊക്കെ കാര്യങ്ങൾ പറയട്ടെ എന്ന്. ആ സമയത്ത് രാധിക പറയുന്നുണ്ട് മോള് സൂക്ഷിക്കണം, ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണെന്ന് അറിയാൻ പറ്റില്ല, ഇപ്പം നന്ദനെ ഋഷിയെ കാണാനില്ല, ഇനിയിപ്പോൾ അവരുടെ അടുത്ത ലക്ഷ്യം മോളാണോ എന്ന് അറിയില്ലല്ലോ എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട് ഇല്ലമ്മേ എനിക്കൊന്നും സംഭവിക്കില്ല, എന്തായാലും ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്ലിയറായി കിട്ടിയല്ലോ, ഇനി ബാക്കി കാര്യങ്ങളും ഭഗവാൻ നമുക്ക് വഴി കാണിച്ചു തരും. എത്രയും പെട്ടെന്ന് നന്ദുവിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇനി എൻ്റെ മുന്നിലുള്ള ഒരു കാര്യം, അത് ഞാൻ എത്രയും പെട്ടെന്ന് കണ്ടെത്തുകയും ചെയ്യും. അത് മാത്രമല്ല ആ അരുന്ധതി മേഡവും കൂടി കൂട്ടു നിന്നിട്ടാണ് ഇസബല്ലയും കെവിനും ഇങ്ങനെ ചെയ്തതെന്നുള്ള കാര്യത്തിൽ ഉറപ്പായല്ലോ, അതുകൊണ്ട് തന്നെ അവർക്കുള്ള പണി ഞങ്ങൾ കൊടുക്കുമെന്ന്. അങ്ങനെ ദേവികയാണ് ഈ വേഗം കാറെടുത്ത് ചന്ദ്രോത്തേക്ക് പോകുന്നുണ്ട്. അതേസമയം നമ്മളുടെ അരുന്ധതി ആണെങ്കിൽ ഇങ്ങനെ ആകെ ടെൻഷനിലാണ്. ഈ പ്രഭാവതി വിളിച്ചിട്ട് ഞാൻ ആരെ കൊന്ന കാര്യമാണ് പറഞ്ഞത്, എനിക്ക് ഒന്നും അങ്ങോട്ട് മനസ്സിലാവണില്ലല്ലോ, ഇനി എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ അതോ പ്രഭാവതിയെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുകയാണോ, പ്രഭാവതി അങ്ങനെ പറഞ്ഞ് എന്താണെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട്. വീണ്ടും ഋഷിയെ കാണുന്നില്ലല്ലോ, ഇനിയിപ്പോൾ ഈ പ്രഭാവതി പറഞ്ഞതുപോലെ വേറെ ആരെങ്കിലും ഋഷിയെ തട്ടിക്കൊണ്ട് പോയതാണോ, ഋഷി ഇനി ജീവിച്ചിരിക്കണില്ലേ, എൻ്റെ മോൻ എന്ത് പറ്റിയെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ടെൻഷനായി നിന്നിട്ട് വേഗം തന്നെ ഫോണെടുത്ത് CPക്ക് വിളിക്കുന്നുണ്ട്. CP ഫോൺ എടുത്തതും എന്താ മേഡം ഋഷിമോനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല CP ഒരു വിവരമില്ല, പക്ഷേ ഇന്ന് തന്നെ പ്രഭാവതി വിളിച്ചിരുന്നു, അവരെന്തിനാ മേഡത്തെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല, എന്തായാലും പ്രഭാവതി അത്ര നല്ല കാര്യമൊന്നും അല്ല പറഞ്ഞത്, ഞാൻ ആരെയോ കൊന്നു എന്നൊക്കെയാണ് പ്രഭാവതി പറയണേന്ന്. അത് കേട്ടതും CP ചോദിക്കുന്നുണ്ട് മേഡം എന്തൊക്കെയാണ് മേഡം ഈ പറയണേ, മേഡം ആരെയോ കൊന്നേന്ന് ചോദിക്കുമ്പം എനിക്കത് മനസ്സിലാവണില്ല CP, എന്തായാലും ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയോ കിടന്ന് കളിക്കുന്നുണ്ട്,
കാര്യങ്ങൾ ഓരോ ദിവസവും കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുക. CP ഇനി നമ്മൾ ഋഷിയെ എങ്ങനെ കണ്ടെത്തും, ആരോട് സഹായം ചോദിക്കും എന്നൊക്കെ ചോദിക്കുമ്പം CP പറയുന്നുണ്ട്, മേഡം ഒന്ന് സമാധാനപ്പെട്, നമുക്ക് എങ്ങനെയെങ്കിലും ഋഷിമോനെ കണ്ടെത്താമെന്ന്. പിന്നീട് കാണിക്കുന്നത് ഇസബെല്ലേനെയും കെവിനെയാണ്. ഇസബെല്ലയും കെവിനും കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇസബെല്ല കെവിനോട് പറയുന്നുണ്ട്, കെവിനെ ഇനി എന്ത് ചെയ്യൂടാ, നന്ദനെക്കുറിച്ചും വിവരമില്ല, ഋഷിയെക്കുറിച്ചും വിവരമില്ല, ഇനിയിപ്പോൾ അവരെ രണ്ടുപേരെയും കടത്തിക്കൊണ്ട് പോയേക്കുന്നത് ഒരാൾ തന്നെയാണെങ്കിൽ ഇനി അവരുടെ അടുത്ത ലക്ഷ്യം ചിലപ്പോൾ നമ്മളായിരിക്കുന്നു. അത് കേട്ടതും കെവിൻ പറയുന്നുണ്ട്, എൻ്റെ ബെല്ലേ നീ എന്നെ പേടിപ്പിക്കല്ലേ, വെറുതെ ആവശ്യമില്ലാത്തതൊന്നും പറയണ്ട, അവരെന്തിനാ നമ്മളെ കടത്തിക്കൊണ്ട് പോകണമെന്ന് ചോദിക്കുമ്പം, അല്ല നമ്മളുടെ കൂടെ ഉള്ളവരായിരുന്നല്ലോ നന്ദനും ഋഷിയും, അതുപോലെ തന്നെ നന്ദനെ കൊടുക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തത് ഋഷിയുടെ കൂടെയല്ലേ, ഇപ്പോൾ ഋഷീനെ കാണുന്നില്ല എന്നും പറഞ്ഞ് നമ്മളെന്തിനാ അവർ കടത്തിക്കൊണ്ട് പോകണമെന്ന് ചോദിക്കുമ്പോൾ, ഒന്നിലെ ഇത് അരുന്ധതി മേഡത്തിൻ്റെ ശത്രുക്കൾ അല്ലെങ്കിൽ ചന്ദ്രോത്തുള്ളവരുടെ ശത്രുക്കൾ, ഇതിലേതെങ്കിലും ഒരാളുടെ ശത്രുക്കളാണ് ഈ ഋഷിയെ നന്ദനെയും കടത്തിക്കൊണ്ട് പോയേക്കണേന്ന് പറയുമ്പം കെവിൻ പറയുന്നുണ്ട്, അരുന്ധതി മേഡത്തിൻ്റെ ശത്രുക്കൾ എന്തിനാ നന്ദനെ കടത്തിക്കൊണ്ട് പോകണേ, അതുപോലെ ചന്ദ്രോത്തുകാരുടെ ശത്രുക്കൾക്ക് ഋഷീനെയും കടത്തിക്കൊണ്ട് പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, എന്നാൽ പിന്നെ അരുന്ധതി മേഡത്തിൻ്റെ ശത്രുക്കളായിരിക്കാം ഋഷിയെ കടത്തിക്കൊണ്ട് പോയേക്കണേന്ന് പറയണം. അന്നേരം കെവിൻ പറയുന്നുണ്ട്, എന്നാലും ഒരു ചോദ്യം ബാക്കിയല്ലേ, നന്ദനെ ആര് കടത്തിക്കൊണ്ട് പോയിന്ന്. അന്നേരം ഈ ഇസബെല്ല ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ നന്ദനെ നമ്മളറിയാതെ അരുന്ധതി മേഡം തന്നെയായിരിക്കുമോ കടത്തിക്കൊണ്ട് പോയേക്കണേന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ബെല്ല, അങ്ങനെയാണെങ്കിൽ മേഡം എപ്പോഴെങ്കിലും അത് പറഞ്ഞേനെ, ഇതിപ്പോൾ നന്ദനെ കാണാത്തതിൽ മേഡത്തിനും ടെൻഷനുണ്ടെന്ന്. ആ സമയം ഇസബെല്ല പറയുന്നുണ്ട്, ഇനിയിപ്പോൾ പാപ്പൻ്റെ കയ്യിൽ നിന്ന് അന്വേഷണം മാറിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ കുടുങ്ങും, അതിന് മുന്നേ ആയിട്ട് നന്ദനെക്കുറിച്ചോ ഋഷിയെക്കുറിച്ചോ എവിടെന്നെങ്കിലും ഒരു സൂചന കിട്ടിയാൽ മതിയായിരുന്നു എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവിക ചന്ദ്രോത്ത് ചെല്ലുമ്പം അവിടെ സിദ്ധാർത്ഥനുണ്ട്. സിദ്ധാർത്ഥനോട് ദേവിക ചോദിക്കുന്നുണ്ട്, ഹരിയങ്കൾ പോയ അച്ഛാന്ന് ചോദിക്കുമ്പം, ഇല്ല ഹരിയേട്ടൻ ഇവിടെ ഉണ്ടെന്ന് പറയണം. അങ്ങനെ ഈ ദേവികയുടെയും സിദ്ധാർത്ഥൻ്റെയും സംസാരം കേട്ടിട്ട് ഹരിയങ്കളും അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് എന്താ മോളെ, ശാരിക എന്തിനാ അത്യാവശ്യമായിട്ട് മോളെ കാണണമെന്ന് പറഞ്ഞ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ വീട്ടിൽ നിന്ന് ചോദിക്കുമ്പം, വീട്ടിലല്ല അങ്കിളെ പ്രശ്നം നന്ദൻ്റെ കാര്യത്തിലാണ്. ഇപ്പോൾ നന്ദൻ എന്താ പ്രശ്നം, നന്ദനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കുമ്പം, അതല്ല എനിക്ക് വേറൊരു വിവരം കിട്ടി, ആ ഋഷി മരിച്ചിട്ടില്ല എന്ന്. അത് കേട്ടതും സിദ്ധാർത്ഥനും ഹരിസാറും അത്ഭുതത്തോടുകൂടി ദേവികയെ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാ മോളെ നീ പറയണ, ഋഷി മരിച്ചില്ല എന്നോ, അപ്പം നന്ദൻ അവനെ കൊന്നെന്നല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം, അതൊക്കെ വെറും നാടകം അച്ഛ, അങ്ങനെ ഋഷി മരിച്ചിട്ടില്ല, ഋഷി ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഋഷി എവിടെയാണെന്ന് ചോദിക്കുമ്പം, ഇപ്പോൾ ഋഷി എവിടെയാണെന്ന് ആർക്കും അറിയില്ല, ഋഷിയെ കാണാനില്ല. എന്തൊക്കെയാ മോളെ കേൾക്കണേ, ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുമ്പം, സത്യം തന്നെ അച്ഛാ, എന്നോട് ഇതെല്ലാം പറഞ്ഞത് ഷാരിയ ആ ഇസബെല്ലയും കെവിനും ചേർന്ന് നന്ദനെ കുടുക്കിയതാണ്. ഇത് കേട്ടോണ്ട് നമ്മളുടെ പ്രഭാവതി അങ്ങോട്ട് വരുന്നുണ്ട്. പ്രഭാവതി വന്നതും ദേവികയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ പറഞ്ഞ, ഇസബെല്ലയും കെവിനും ചേർന്ന് നന്ദനെ കുടുക്കിയതാണോ, നന്ദനെ എന്തിനാ അവർ കൊടുക്കണേന്ന് ചോദിക്കുമ്പം, അത് അമ്മയ്ക്ക് അറിയില്ലേ, അന്ന് അമ്മയും നന്ദനും കൂടി നിർബന്ധിച്ചിട്ട് എനിക്ക് ആ പ്ലാന്റിന് അനുമതി കൊടുക്കേണ്ട വന്നില്ലേ, അത് ലക്ഷ്യം വെച്ചിട്ടാണ് അവർ നന്ദനെ ഇതും പറഞ്ഞ് കുടുക്കിയെന്ന്. അന്നേരം പ്രഭാവതി ചോദിക്കുന്നുണ്ട്, നേരാണോ, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റണില്ല, അവർ നന്ദൻ്റെ കൂടെ നിന്ന് നന്ദനെ ചതിക്കുമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ദേവിക പറയുന്നുണ്ട്, ഇപ്പം അമ്മയ്ക്ക് മനസ്സിലായില്ലേ, നന്ദൻ്റെ സുഹൃത്തുക്കളാണെന്നും പറഞ്ഞാൽ അവർ കൂടെ നിന്നിട്ട് നന്ദനെ ചതിക്കുമായിരുന്നു എന്ന്. എന്തായാലും ഋഷി മരിച്ചിട്ടില്ല, അത് ഇസബെല്ലയും കെവിനും ചേർന്ന് ഒരുക്കിയ ഒരു ചതിയായിരുന്നു, ഋഷി അവരുടെ കൂടെ നിന്ന് മരിച്ചതുപോലെ അഭിനയിച്ചതേ ഉള്ളൂ. സമയത്ത് ഹരിസാറ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നന്ദൻ ആ ഋഷിയെ കുഴിച്ചിട്ടെന്നല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, ഇല്ല ഹരിയേട്ട, നന്ദനല്ല ഋഷിയെ കുഴിച്ചിട്ടത്, ഋഷിയെ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞത് കെവിനാന്ന്. അത് കേട്ടതും ഈ ഹരിയങ്ങൾ പറയുന്നുണ്ട്, അത് നന്നായി, ഇപ്പോഴെങ്കിലും പ്രഭയ്ക്ക് സത്യം പറയാൻ തോന്നിയല്ലോ, അന്നേ ഞാൻ പറഞ്ഞില്ലേ നന്ദനെയും കൊണ്ട് ഒറ്റയ്ക്ക് ഒരാളെ കുഴിച്ചിടാനൊന്നും പറ്റില്ല എന്ന്. അപ്പോൾ പ്രഭ മൗനം പാലിച്ചു. ഇപ്പം എങ്ങനെയുണ്ട്, ആ കെവിൻ മനഃപൂർവ്വം ചതിച്ചതാ, മരിക്കാത്ത ഒരാളെ കൊന്നു എന്നും പറഞ്ഞാൽ നന്ദൻ ഇത്രയും ദിവസം ഈ ടെൻഷൻ അനുഭവിച്ചതും പേടിച്ചതും, എന്തായാലും ആ കെവിനെ ഇസബെല്ലേനെ ഒന്നും വെറുതെ വിടരുതെന്ന്. അന്നേരം ദേവിക പറയുന്നുണ്ട്, അവർ പല കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടാണ് നന്ദുവിനെ അങ്ങനെ കുടുക്കിയത്, അന്ന് അവർക്ക് ആ പ്ലാന്റിന് ഞാൻ അനുമതി കൊടുത്തതോടുകൂടി കോടികൾ കിട്ടിയിട്ടുണ്ടാവും. അതുമാത്രമല്ല വേറൊരു ഫയലും നന്ദു എൻ്റെ അടുത്ത് നിന്ന് എടുത്ത് മാറ്റിയായിരുന്നു, അതും അവർ പറഞ്ഞിട്ട് തന്നെയായിരിക്കും. പിന്നീട് എൻ്റെ നിർബന്ധം സഹിക്കാൻ പറ്റാതെ നന്ദൻ ആ ഫയൽ തിരിച്ചു തന്നേന്ന്. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട്, അത് ശരിയാ, ആ പ്ലാന്റിന് അനുമതി കൊടുക്കാൻ കാരണക്കാരി ഇസബെല്ല തന്നെയാണ്. ഇസബെല്ലയുടെ പപ്പ ആർക്കോ കുറേ രൂപ കൊടുക്കാനുണ്ട്, അപ്പോൾ ഈ പ്ലാന്റിന് അനുമതി ദേവിക ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കടം അയാൾ എഴുതി തള്ളിക്കോളാന്ന് നന്ദനെയും എന്നെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടാണ് ഞങ്ങളങ്ങനെ നിർബന്ധിച്ച് ആ പ്ലാന്റിന് ദേവികേനെയും കൊണ്ട് അനുമതി കൊടുപ്പിച്ചത്. അതുമാത്രമല്ല നന്ദൻ ഋഷിയെ കൊന്നല്ലോ, അതിന് വേണ്ട സഹായമൊക്കെ ചെയ്തത് ഇസബെല്ലയും കെവിനുമാണ്. അന്ന് ഇസബെല്ലയുടെ പാപ്പന നന്ദനെ ആ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളതൊക്കെ ചെയ്തതെന്ന്. അന്നേരം ഈ ദേവിക പറയുന്നുണ്ട്, ആ DYSP കുരുവിള
കുരുവിള ഐസബല്ലയുടെ പാപ്പൻ അയാളും കൂടി ചേർന്ന് നടത്തിയ നാടകം ഇത്. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, നമ്മളെ ചതിക്കാൻ നോക്കിയാൽ ഒരുത്തനെയും വെറുതെ വിടരുത്, ആ അരുന്ധതി മേടത്തെയും വെറുതെ വിടരുതെന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ അരുന്ധതിനോട് ഞാൻ കണക്ക് ചോദിക്കാനിരിക്കുക, അവളും കൂടി അറിഞ്ഞുകൊണ്ടായിരുന്നല്ലേ ഈ നാടകം മൊത്തം. എന്നിട്ട് അവൾ എത്ര പ്രാവശ്യം ഇവിടെ വന്ന് ഷോ കാണിച്ചത് അവളുടെ മകനെ കാണാനില്ല എന്നും പറഞ്ഞു. അന്നേരം ദേവിക പറയുന്നുണ്ട്, അവരിവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോഴല്ല അവരുടെ മകൻ അവരുടെ കൂടെ തന്നെ അവരുടെ വീട്ടിലുണ്ടായിരുന്നു അമ്മയെന്ന്. സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, എന്നാലും ആ കെവിനും ഇസബല്ലയും ഇത്തരക്കാരാന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, നന്ദൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണെന്നാണ് വിചാരിച്ച. നന്ദനെ ആ കൊലപാതക കേസിൽ നിന്നും അവർ രക്ഷപ്പെടുത്തിയെന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലായത്, ശരിക്കും നന്ദൻ ചെയ്യാത്തൊരു തെറ്റിൻ്റെ പേരിൽ നന്ദനെ അവർ ക്രൂശിക്കുമായിരുന്നല്ലോ എന്ന്. ആ സമയത്ത് സിദ്ധാർത്ഥനാണെങ്കിൽ ഹരിയങ്ങളിനോട് ചോദിക്കുന്നുണ്ട്, ഇനി എന്ത് ചെയ്യാനാ ഹരിയേട്ടാ നമ്മളുടെ പ്ലാൻ എന്ന് ചോദിക്കുമ്പം, ഒറ്റണത്തിനെയും വെറുതെ വിടരുത് സിദ്ധു, ഇത്രയും നാൾ ഇതോർത്തല്ലേ നമ്മളെല്ലാവരും ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്ന ആ ഇസബല്ലേനെയും കെവിനെയും ആദ്യം പൊക്കണം. അന്നേരം ദേവിക പറയുന്നുണ്ട്, നമ്മൾ എന്താണോ അനുഭവിച്ചത് ആ രീതിയിൽ തന്നെ അവർക്ക് തിരിച്ചടി കൊടുക്കണം അച്ഛാ, അല്ലാതെ ഇനി അവരെ വെറുതെ വിടരുത്, നമ്മളോട് അവരെങ്ങനെ കളിച്ചോ ആ രീതിയിൽ തന്നെയാണ് തിരിച്ചും നമ്മൾ കളിക്കാൻ പോണേന്ന്. അത് കേട്ടതും സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, എന്താ മോൾ ഉദ്ദേശിക്കണേന്ന് ചോദിക്കുമ്പം, അതൊക്കെ ഞാൻ പറയാം അച്ഛാ, എന്തായാലും ഇത്രയും ആത്മാർത്ഥ സുഹൃത്തായിട്ട് നിന്നിട്ട് എൻ്റെ ജീവിതം തകർക്കാനും നന്ദനെ ഒരു കൊലയാളിയായിട്ട് ചിത്രീകരിക്കാനും നോക്കിയ കെവിനെയും ഇസബല്ലേനെയും അരുന്ധതി മേഡത്തിനെയും വെറുതെ വിടുന്ന പ്രശ്നമില്ലാന്ന്. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ആ DYSP കുരുവിള ഉണ്ടല്ലോ, അയാൾ ഒരു കറപ്ഷനും ഇല്ലാത്ത ഉദ്യോഗസ്ഥനാണെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ അയാൾ ഇത്രയും വലിയൊരു ചതിക്ക് കൂട്ടു നിൽക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അയാളെ എന്തായാലും ഞാൻ വെറുതെ വിടാൻ പോണില്ല, ഇപ്പം തന്നെ ഈ വിവരങ്ങളെല്ലാം നമുക്ക് DGPനെ അറിയിക്കണം. അന്നേരം ഹരിയങ്ങൾ പറയുന്നുണ്ട്, സിദ്ധു വരട്ടെ, തൽക്കാലം നമ്മളിത് അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട, നന്ദനെ അവരെങ്ങനെ ട്രാപ്പിലാക്കിയോ അതേ രീതിയിൽ തന്നെ നമുക്ക് അവരെ ട്രാപ്പിലാക്കണം, ആ DYSPനെയും ആരെയും വെറുതെ വിടാൻ പാടില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഋഷിയാണെങ്കിൽ ഇങ്ങനെ ആകെ ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ഋഷിയെ കാണാനില്ലാതെ അമ്മ വിഷമിക്കൂലോ എന്നുള്ള ടെൻഷനൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പം ആ ഗുണ്ടകൾ വരുന്നുണ്ട്. എന്നിട്ട് ഭക്ഷണം കൊടുത്തതും ഋഷി, എനിക്ക് നിങ്ങളുടെ ഭക്ഷണമൊന്നും വേണ്ടാന്ന് പറയുമ്പം, മര്യാദക്ക് കഴിക്കണമെങ്കിൽ കഴിക്കുക, ഇല്ലെങ്കിൽ നീ ഇവിടെ കിടന്ന് പട്ടിണി കിടന്ന് ചാവുള്ളൂ, നീ ഭക്ഷണം കഴിച്ചില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലാടാന്ന് പറയണു. അന്നേരം ഋഷി ചോദിക്കുന്നുണ്ട്, ശരിക്കും നിങ്ങൾ ആരാ, നിങ്ങൾ എന്തിനാ എന്നെ തട്ടിക്കൊണ്ട് വന്നേക്കണേ, എന്തെങ്കിലും പൈസയുടെ ആവശ്യത്തിനാണെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി, എൻ്റെ അമ്മയോട് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പൈസ വേണമെങ്കിലും തരുമെന്ന് പറയണു. ആ സമയത്ത് നമ്മളുടെ പ്രകാശ് മേനോനെ അങ്ങോട്ട് വരുന്നുണ്ട്. പ്രകാശ് മേനോനെ കണ്ടതും ഋഷി വേഗം തന്നെ പ്രകാശിൻ്റെ അടുത്തേക്ക് എന്നിട്ട്, നിങ്ങൾ ആരാ, നിങ്ങൾ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയേക്കണേ, എന്നെ ദയവ് ഇത് പറഞ്ഞു വിടണം, നിങ്ങൾക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയേക്കണമെങ്കിൽ നിങ്ങൾ എത്ര പണം ചോദിച്ചാലും എൻ്റെ അമ്മ തരും, അതൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കണ്ട, പിന്നെ ഞാൻ കേസിനും പ്രശ്നത്തിനും ഒന്നും പോകില്ല, എന്നെ ഒന്ന് ദയവ് ഇത് പറഞ്ഞു വിടണം, എനിക്ക് സുഖമില്ലാത്തതെന്ന് പറയുമ്പോൾ, നിനക്ക് എന്താ അസുഖമാടോ ഉള്ളത്, നിന്നെ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു വിടാനൊന്നും പോണില്ല, നീ ഇവിടെ കിടന്ന് നരകിക്കണം, നീയും നിൻ്റെ അമ്മയും കൂട്ടുകാരും ചേർന്ന് ഒരു കുടുംബത്തെ മൊത്തം കണ്ണീര് കുടിപ്പിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായില്ലേടാന്ന്. അന്നേരം ഋഷി പറയുന്നുണ്ട്, ചേട്ടാ അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയതാ, ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല, അന്ന് ആ ഇസബല്ലയും കെവിനും പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ കൂടെ നിന്നു എന്നേ ഉള്ളൂ, അല്ലാതെ ഞാനായിട്ടൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ പ്രകാശ് മേനോൻ പറയുന്നുണ്ട്, ആ ഇസബല്ല അതുകൊണ്ട് കോടികളുണ്ടാക്കി, നിനക്കതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായോടാന്ന് ചോദിക്കുമ്പം, ഇല്ല ചേട്ടാ എനിക്കൊരു ഗുണം ഉണ്ടായില്ല, അതൊക്കെ ഇസബല്ലയും കെവിൻ്റെയും പ്ലാനായിരുന്നു, അതിലൊന്നും ഞാൻ ഉത്തരവാദിയല്ല, ഈ ഉത്തരവാദി അല്ലെങ്കിൽ പിന്നെ നീ എന്തിനാടാ ഒളിവിൽ താമസിച്ചേ, നിനക്ക് പുറത്തിറങ്ങി നടക്കാൻ പാടില്ലായിരുന്നോ, അതുമാത്രമല്ല നിന്നെ കൊന്നു എന്നും പറഞ്ഞുകൊണ്ട് എത്ര പ്രാവശ്യം നിൻ്റെ അമ്മ ചന്ദ്രോത്തി എന്ന് പ്രശ്നം ഉണ്ടാക്കിയത്. ആ സമയത്ത് ഋഷി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ചേട്ടാ, ഒരുപാട് തെറ്റുകൾ എനിക്ക് പറ്റിപ്പോയി, ഇനി ഞാൻ ഒരു കാര്യത്തിലും ചന്ദ്രോത്തുകാരെ ബുദ്ധിമുട്ടിക്കില്ല, ഞാനിങ്ങനെ നാട് വിട്ട് തന്നെ പോയിക്കോളാം, എൻ്റെ അമ്മേനെ ഞാൻ കൊണ്ടുപോയിക്കോളാം, എന്നെ ദയവ് ചെയ്തൊന്ന് പറഞ്ഞു വരണമെന്ന് പറയുമ്പം ഈ പ്രകാശ് മേനോൻ പറയുന്നുണ്ട്, ഇല്ല നീ അരുന്ധതിയുടെ മോനല്ലേ, നിന്നെ ഞാൻ ഒരിക്കലും പറഞ്ഞു വിടില്ല എന്ന് പറയുമ്പം, അപ്പോൾ ചേട്ടൻ എന്തിനാ എന്നെ കൂടെ കൊടുന്നേക്കണേന്ന് ചോദിക്കുന്ന സമയത്ത് ഈ പ്രകാശ് മേനോൻ പറയുന്നുണ്ട്, നിൻ്റെ അമ്മയുണ്ടല്ലോ അരുന്ധതിയോട് ചോദിച്ചാൽ മതി, നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കണേ എന്തിനാന്ന് അവർ നിനക്ക് പറഞ്ഞു തരുമെന്ന്. അത് കേട്ടതും ഋഷിയാണെങ്കിൽ ഒന്നും മനസ്സിലാവാത്ത പോലെ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും കെവിൻ്റെയും ഇസബല്ലയുടെയും എല്ലാ കള്ളത്തരവും പൊളിയുകയും ചെയ്യും, DYSP കുരുവിളയുടെ ജോലിയും പോവും, അങ്ങനെ ഇവർക്കെല്ലാവർക്കും നല്ല 8ൻ്റെ പണി തന്നെ ദേവിക കൊടുക്കുന്ന എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.